ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 13-4 ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ബലഹീനതയിലെ ദൈവശക്തി എന്നാകുന്നു. തിരുവഴുത്തിൽ പലയിടത്തും നമ്മുടെ ബലം അവനിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ. ശക്തി അവനിൽ കൂടെയാണ് എന്ന് പറയുമ്പോൾ നാം അവനിൽ ദുർബലരാണ് എന്ന വാചകം നമുക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു. അപ്പോൾ കർത്താവിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത്, നമ്മുടെ ബലം ഇരിക്കുന്നത്. പക്ഷെ പലരുടെയും ചിന്താഗതികൾ മറ്റൊരു അവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ക്രിസ്തുയേശുവിൻ ജീവിതവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. പൗലോസിൽ ക്രിസ്തുവിനോടുള്ള അടുപ്പം വളരെ കൂടുതലായതുകൊണ്ട് അവനും തൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ തൻ്റെ ശക്തി ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടാമായിരുന്നു. അത്രയ്ക്കും പൗലോസിലും ആ ദൈവകൃപയുണ്ടായിരുന്നു. പൗലോസ് പല അടയാളങ്ങൾ ചെയ്തു എന്നത് സത്യമാണ്. എന്നാൽ സ്വയം രക്ഷയ്ക്കായി അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്കോ സുവിശേഷത്തെ എതിർക്കുന്നവരെ തോൽപ്പിക്കാനോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സത്യമാണല്ലേ. പൗലോസിൻ്റെ ജീവിതം നമ്മൾ പഠിച്ച് വരുമ്പോൾ ഒത്തിരി പ്രയാസകരമായ അവസ്ഥയിലൂടെ താൻ കടന്നുപോയി. അവനും ക്രിസ്തുവിനെ പോലെ ദുർബലനും തൻ്റെ രക്ഷിതാവിനെ പോലെ എന്തിനും കീഴടങ്ങുവാൻ തയ്യാറായവനും ആയിരുന്നല്ലോ. കൊരിന്ത്യരോടുള്ളതായ ദൈവശക്തിയുടെ പ്രദർശനം ഭാവിയിൽ ഉണ്ടാകും എന്ന് ആശിക്കുന്നത് പൗലോസിൻ്റെ ഒരു സന്ദർശനത്തെ കുറിച്ചാകാം. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ പൗലോസിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാ മുൻകൂട്ടി പറയുന്ന ഒരു ആലോചനയാണ് നമ്മൾ വായിച്ചത്. ആ ദിവസത്തിൽ സ്വയം രക്ഷയ്ക്കായി പൗലോസിൽ ദൈവം തൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കും. ആ ദിവസത്തിൽ ദൈവഹിതപ്രകാരം ദൈവശക്തി പ്രദർശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോസ്തലൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റേതുപോലെ ആയിരുന്നല്ലോ. ക്രിസ്തു ബലഹീനതയിൽ ഒരു പരാജിതനെ പോലെ ക്രൂശിക്കപ്പെട്ടു. കർത്താവിൻ്റെ പിന്തുടരുന്നവരുടെ അല്ലെങ്കിൽ കർത്താവിനെ പിന്തുടരുന്നവരുടെ എല്ലാ സ്ഥിതിയും അതാണ്. മുൻപറഞ്ഞതായ കാര്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോഴല്ലേ ഈ മകൾ സത്യത്തെ പത്രോസ് പറയുന്നത്. അത് അങ്ങനെ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും പത്രോസ് ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണിത് വായിക്കുന്നത്. കഷ്ടതകൾ ഒന്നാമത്, മഹത്വം പിന്നീട്, ബലമില്ലായ്മ ഇപ്പോൾ, ശക്തി പിന്നീട്. ദൈവശക്തി ആരംഭത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങളായി വെളിപ്പെടുന്നില്ല. നമ്മെ വെറുക്കുന്നവരെ സ്നേഹിക്കുന്നതാണ് ദൈവശക്തിയുടെ മഹത്തായ അടയാളം. തന്നിൽ ദൈവശക്തി വസിക്കുന്നു. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷപരിപൂർണത തരുന്നുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കർത്താവിനെ അനുകരിച്ചുകൊണ്ട് തന്നെ പറയുന്നതായ കാര്യങ്ങൾ തൻ്റെ അപ്പോസ്തലത്വത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. ആ കൃപ ചെയ്ത ദൈവത്തിന് ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയിൽ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പിതാവേ, അപ്പോസ്തലൻ്റെ ജീവിതവും ശുശ്രൂഷയും സഭയ്ക്ക് ഒരു മാതൃകയാക്കി
ദൈവമായ കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം. നിനക്ക് നന്ദി പറയുന്ന കർത്താവേ. അതുപോലെ ഞാനും നിന്നോട് അനുരൂപപ്പെട്ട് ഒരു ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു കർത്താവേ. നിന്നോടൊപ്പം ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.